കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് ഡെലിവേർഡ് അഗൈൻ. പ്രീമിയർ ലീഗിന്റെ തുടക്കം തന്നെ പ്രീമിയർ ലീഗിന്റെ ആവേശവും അതിന്റെ ആക്രമണവും ത്രില്ലറും എല്ലാം ഉൾക്കൊണ്ട ഒരു മത്സരമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആ ഒരു മത്സരത്തോടെയായിരുന്നു പ്രീമിയർ ലീഗിൽ ഇന്നലെ കൊടിയേറിയത്. ചാമ്പ്യന്മാരെ ലിവർപൂളും AFC ബോൺമത്തും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു ത്രില്ലറിലൂടെ 4-2 എന്ന ഒരു ത്രില്ലറിലൂടെയായിരുന്നു ഇന്നലെ ലിവർപൂളിന്റെ വിജയം. ലിവർപൂൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഡിഫെൻഡ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം, ആ ഒരു ടൈറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് ഇന്നത്തെ കളിയോട് കൂടി ലിവർപൂൾ പറയാതെ പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കളിയിൽ ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഹാറ്റ്സ് ഓഫ് കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം AFC ബോൺമത്തിന്റെ പെർഫോമൻസ് ഒരു സൂപ്പർ പോരാട്ടം മോനെ. ആ ഒരു മാച്ചിനെ ഇത്രത്തോളം ത്രില്ലർ ആക്കിയത് AFC ബോൺമത്തിന്റെ പോരാട്ടം കൂടിയാണ്. ആന്റോണിയോ സെമേനയുടെ പ്രത്യേകിച്ച് എടുത്ത് പറയണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. അരിയോള, അദ്ദേഹത്തിന്റെ ടോപ്പ് പ്ലെയർ ഒക്കെ സിർക്കസി, അതുപോലെ തന്നെ ഡീൻ ഹോയ്സൺ, ജബർനെയൊക്കെ ക്ലബ്ബ് വിറ്റു. എന്നിട്ട് പോലും ആ ക്ലബിന്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ടീമിന്റെ ആ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ശൈലിയിൽ യാതൊരുവിധമായ കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇന്നലെ 2-0 മുന്നിട്ടിട്ട് പോലും 2 ഗോൾ തിരിച്ചടിച്ച് ആ ഒരു സമനിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഒരു ത്രില്ലറിലൂടെ കേസിയുടെ ആ ഒരു ഗോളും 88ാം മിനിറ്റ് ആ ഗോളും, അതുപോലെ തന്നെ 94ാം മിനിറ്റിലെ സലയുടെ ആ ഒരു ഓപ്പണർ, എല്ലാ 10 മാച്ചുകളിൽ 10 പ്രീമിയർ ലീഗിലെ ഓപ്പണർ തുടർച്ചയായ സല ഗോൾ നേടുന്നുണ്ട്. ആ ഒരു ഗോളിലൂടെ 4-2 എന്നൊരു സ്കോർ ലൈനിലാണ് ഇന്നലെ ലിവർപൂൾ വിജയിക്കുന്നത്. ഇന്നലത്തെ ഒരു മാച്ചിനെ എന്താ പറയാ, ഒരു ഡിയോഗോ ജോട്ട ഡേ ആയിട്ട് വരെ നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താ പറയാ, ഇന്നലത്തെ എല്ലാ ഗോൾ സെലിബ്രേഷനും ഗാക്ക ആയിരുന്നാലും സല ആയിരുന്നാലും ഇക്കിരിക്ക ആയിരുന്നാലും ജോട്ടയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ കളിയുടെ തുടക്കത്തിൽ എല്ലാ ഫാൻസിന്റെ ആരാധകരും, അതുപോലെ തന്നെ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നവരെ പോലും, കളിക്കാർ പോലും എല്ലാം ജോട്ടയ്ക്ക് വേണ്ടി ജോട്ടയുടെ അനിയനും കൂടെ ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ മൊത്തത്തിലൊരു ജോട്ട ദിവസമായിട്ട് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഇന്നലത്തെ കളിയിലോട്ട് വരികയാണെങ്കിൽ ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ, ഒരുപാട് പാളിച്ചകൾ ഡിഫൻസിൽ വന്ന ഒരു മത്സരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇന്നലത്തെ ഒരു മത്സരം തോൽക്കുക, ആ സമനില തന്നെ വന്നിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ കേൾക്കേണ്ടി വന്നേനെ ലിവർപൂൾ ആരാധന നിലയിൽ. കാരണം എന്ന് പറയാം, ഒരുപാട് ബിഗ് സൈനികൾ നല്ല പൈസ മുടക്കിയാണ് ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന്, എന്നിട്ട് പോലും ഒരു സമനില അല്ലെങ്കിൽ ഒരു തോൽവി ഏറ്റുവാങ്ങിയിരുന്നുവെങ്കിലോ ഇന്നലെ നമുക്ക് നോക്കേണ്ടിയിരുന്നില്ല. അവിടെ നിന്നാണ് കേസിയുടെ ആ ഗോള് വരുന്നത്, കേസിയുടെ ആ ഒരു എന്താ പറയാ നിർണായക ഗോൾ വരുന്നത് 88ാം മിനിറ്റിൽ. ഇന്ന് നമുക്ക് പെർഫോമൻസ് അറ്റാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു, ടോപ്പ് നോച്ചായിരുന്നു വേണം പറയാം. കാരണം നമുക്ക് ആ ഇന്നലത്തെ കളിയിൽ നിന്ന് എടുത്തു പറയേണ്ടത്, കാരണം പഴയ എക്സിസ്റ്റിംഗ് താരങ്ങളും പുതിയ സൈനികളൊക്കെ കെമിസ്ട്രി എന്താ പറയാ ഒരു ഇത് കൊണ്ടുവരേണ്ടതുണ്ട്. അവരുടെ പാസിംഗിലായിരുന്നാലും അവരുടെ എന്താ പറയുക ലിങ്ക് പ്ലേയിലായിരുന്നാൽ പോലും അത് എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇപ്പം ബുണ്ടസ് ലീഗ് കളിച്ചുകൊണ്ടിരുന്ന പ്ലേയേഴ്സ് ആണ്, അതുപോലെ ഫ്രിംപോങ്ങും വേറ്റ്സ്, അതുപോലെ തന്നെ ഇക്കിറ്റിക്കേക്കിൽ, അവരൊക്കെ ആ ഒരു ലീഗ് മാറി ഹൈ ടെമ്പോ ഹൈ ഇന്റൻസിറ്റി കളിക്കുന്ന പ്രീമിയർ ലീഗ് പോലത്തെ ഒരു ലീഗിലോട്ട് വരുമ്പോൾ എന്തായാലും അവർക്കൊരു ടൈം അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം നമുക്ക് എന്തായാലും കൊടുക്കേണ്ടത്. പെട്ടെന്ന് അവർ ഗോൾ അടിച്ച് കൂട്ടി ലിവർപൂളിലെ മുന്നേറ്റങ്ങൾ നയിക്കുമെന്ന് പെട്ടെന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. ആ ഒരു ട്രോൾ നമ്മൾ ഏറ്റു വാങ്ങേണ്ടി വരും അതേമേ തന്നെ. കാരണം ഇന്നലെ ഇക്കിറ്റിക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു, ഒരു ഗോളും ഒരു അസിസ്റ്റും ഉണ്ട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രീമിയർ ലീഗ് മാച്ചിൽ തന്നെ. പക്ഷെ വേറ്റ്സിന്റെ ആ ഒരു ക്വാളിറ്റിയുള്ള പെർഫോമൻസ് നമുക്ക് കണ്ടില്ല. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കളി ഞാൻ സത്യം പറഞ്ഞത് പേഴ്സണലി എനിക്ക് സാറ്റിസ്ഫിക്കേഷൻ ആണ്. കാരണം ടൈറ്റ് ആയിട്ടുള്ള ആംഗിളുകളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം പെട്ടെന്ന് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സിമ്പിൾ ആയിട്ട് കളിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. 2-3 അവസരങ്ങൾ വരുന്നുണ്ട്, 3 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. പിന്നെ നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഡിഫൻസ് തന്നെയാണ്. വൈഡ് ഏരിയ ഉണ്ടല്ലോ, നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡൊക്കെ ഒരുപാട് ഓപ്പൺ ആയിരുന്നു, ഒരുപാട് തലവേദന നമ്മൾ ഡിഫൻസ് സൃഷ്ടിച്ചു. കാരണം ആ ഫസ്റ്റ് ഒരു ഗോൾ തന്നെ ആ റൈറ്റ് വിങ്ങിലൂടെ ആണെന്ന് തോന്നുന്നു ആ ഒരു ഗോൾ വരുന്നത്. ബ്രൂക്സിന്റെ ആ ഒരു അസിസ്റ്റ്, ആന്റോണിയോ സെമേന ഒരു ഗോൾ നേടുന്നുണ്ട്. അപ്പൊ കളിയിൽ ഫസ്റ്റ് നമ്മളാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. ഇക്കിറ്റിക്കേര ഒരു നല്ലൊരു ഗോൾ എന്ന് വേണം പറയാം. ഒരു ബ്രില്യൻ പെർഫോമൻസിലൂടെയാണ് ആ ഒരു ഗോൾ വരുന്നത്. അതിനുശേഷം ഇക്കിറ്റിക്കെ തന്നെ ഗ്യാപ്കയ്ക്ക് ഒരു അസിസ്റ്റ് വഴിയൊരുക്കുന്നുണ്ട്, അതും നല്ലൊരു ഗോളായിരുന്നു. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ സലയിട്ട് ഒരു നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു, 4ാം മിനിറ്റ് 5ാം മിനിറ്റിലാണെന്നൊരു ചാൻസ്, പെട്രോവിച്ചിന്റെ നല്ലൊരു സേവ്. സലയും ഇതേപോലെ പഴയൊരു സല തന്നെയാണ് ഈ ഒരു സീസണിൽ നിന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. കാരണം ഫ്രണ്ട്ലി മാച്ചുകളിൽ അദ്ദേഹം കൊയ്റ്റായിരുന്നു, സീസണായി ഇപ്പോൾ എക്സ്പ്ലോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആശാൻ. കാരണം നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു സാലയുടെ പക്കൽ നിന്നല്ല കണ്ടത്. പിന്നെ നമ്മൾ മിഡ്ഫീൽഡോട് പറയുകയാണെങ്കിൽ 4-2-3-1 എന്നൊരു സ്ലോട്ടിന് സാധാരണ നോർമൽ ഫോർമേഷൻ തന്നെയായിരുന്നു. വാണ്ടേക്കും കൊനാറ്റയും സിർക്കസിയും ഫ്രിംപോങ്ങുമായിരുന്നു ബാക്ക് ലൈനിൽ മിഡ്ഫീൽഡറായിട്ട്. ഒരു നമ്പർ 6 റോഡിൽ ഇന്നലെ മെക്കാലിസ്റ്ററും സൊബസ്ലയുമായിരുന്നു. പിന്നെ സല, വിയറ്റ്സ്, ഗാപ്കോ, നമ്പർ 9 എക്കിറ്റിക്ക ആയിരുന്നു.
അപ്പൊ ഇന്നലെ മിഡ്ഫീൽഡ് നമ്മൾ സെന്റർ പെർഫോമൻസ്, സെന്റർ ഏരിയ പെർഫോമൻസ് ഒക്കെ നല്ല ഇതായിട്ടുണ്ട്. അതുമ്പോൾ സെന്ററിൽ നിന്ന് അറ്റാക്കിലോട്ട് പോകും, പക്ഷെ സെന്ററിൽ നിന്ന് ഡിഫൻസിലോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് തലവേദന വന്നിട്ടുള്ളൂ. ഇന്നലെ നമ്മളെ പഴയ കളിക്കാരായ കൊണാട്ടയും അതുപോലെ തന്നെ വാണ്ടയ്ക്കും ഡിഫൻസ് ആയിട്ട് ഇന്നലെ പക്ക മോശമായത്. വാണ്ടയ്ക്ക് ഒരു അല്പം കൂടെ ബെറ്റർ ആയിരുന്നെന്ന് വേണം പറയാം, ട്രാക്ക് ബാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കൊണാട്ട എന്ത് ചെയ്യുന്നത് എനിക്ക് ഇന്നലെ മനസ്സിലായിട്ടില്ല കേട്ടോ, സത്യം പറയാമല്ലോ. ആ ഫസ്റ്റത്തെ ഗോളും കൊണാട്ടയ്ക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാമായിരുന്നു, അത് ഒഴിവാക്കി കളയാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. രണ്ടാമത്തെ ഗോൾ എന്താണ് ഇത് കാണിച്ചു കൂട്ടിയെന്നുള്ള എനിക്ക് അറിയാത്തത്. കാരണം എന്താ പറയുക, മറ്റേ ടൈറ്റാനിക്കിലുണ്ടല്ലോ ജാക്കും റോസും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അന്റോൺ സെമീനോ ബാളും കൊണ്ട് ഓടുന്നു, കൊണാട്ട എന്തെന്നില്ലാതെ കൂടെ ഓടുന്നു, ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോലും കൊണാട്ട ശ്രമിക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ഇരുത്തമുണ്ട്, ഞാൻ അന്തം വിട്ടുപോയി. അദ്ദേഹം ഏത് സ്വപ്ന ലോകത്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പൊ ഒരു കോൺട്രാക്ട് ഒക്കെ ലിവർപൂൾ വയ്ക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഇതിൽ സമ്മതം മൂളിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മൈൻഡ് മൊത്തം വേറെ എവിടെയാണെന്നാണ് എനിക്ക് തോന്നിപ്പോയത്, സത്യം പറയല്ലോ. കാരണം കൊണാട്ടയാണ് ഇന്നലത്തെ ഒരു അണ്ടർ പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മളെ പുതിയ വിം ബാക്കുകൾ ഒരല്പം കൂടെ കളിയിലോട്ട് ഡിഫൻസിലോട്ട് വരേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു 2 വൈഡ് ഏരിയകൾ ഒരല്പം കൂടെ ഷെയ്ക്കി ആയിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷെ ഒരു സമയം എന്തായാലും കൊടുക്കേണ്ടത്. സിർക്കസി എന്തായാലും പ്രീമിയർ ലീഗിൽ പ്രൂവൺ പ്ലെയർ ആണ്. സിർക്കസി ചിലപ്പോൾ 1-2 മാച്ചുകൾ ആ ഒരു എന്താ പറയുക ഒരു കെമിസ്ട്രി കൊണ്ടുവരേണ്ടതുണ്ട്. അത് മാത്രമേ എനിക്ക് സിർക്കസിലെ ഒരു പ്രോബ്ലമായിട്ട് തോന്നുള്ളൂ. പക്ഷെ ബാക്കി 3 പേര് എന്തായാലും ചെറുതായിട്ട് നമുക്കൊരു സമയം നൽകേണ്ടി വരും. നല്ല പെർഫോമൻസ് വെച്ച് നോക്കുന്നത് നല്ലൊരു പെർഫോമൻസ് തന്നെ. കാരണം 19 ഷോട്ടുകൾ അടിച്ചു, 10 ഓൺ ടാർഗറ്റുകളുണ്ടായിരുന്നു, അറ്റാക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ ഒരു പ്രീമിയർ ലീഗിന്റെ ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ആ ഒരു ത്രില്ലർ മാച്ചാണ് നമ്മൾ കണ്ടത്. ഓപ്പണിംഗ് തന്നെ ഒരു ത്രില്ലർ മാച്ചിലൂടെ നമുക്ക് കാണേണ്ടി വന്നു. പക്ഷെ ലിവർപൂൾ ആരാധന നിലയ്ക്ക് വളരെയധികം എന്താ പറയാ നെഞ്ചെടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കളി എങ്ങാനും സമനിലയിൽ അവസാനിച്ചിരുന്നെങ്കിൽ ട്രോളുള്ള പെരുമഴയായിരിക്കും. പക്ഷെ അവിടെയാണ് 88ാം മിനിറ്റ് ഫെഡറിക്കോ കിയസ വരുന്നത്. ആ ഒരു സമയത്ത് കാരഗർ, സ്കൈ സ്പോർട്സിലെ കമന്റേറ്റർ കാരഗർ, നമ്മളെ പഴയ ലെജൻഡ് പറയുന്നുണ്ട്, ഒരു സ്ട്രൈഞ്ച് നീക്കമാണല്ലോ ആർനെ സ്ലോട്ടിനെ സംബന്ധിച്ച്, ഒരു സ്ട്രൈഞ്ച് നീക്കണം. അതും ഫ്ലോറയും വേറ്റ്സിനെ മാറ്റിക്കൊണ്ട് ഫെഡറിക്സെ കിയസിനെ കൊണ്ടുവരുന്നു. പക്ഷേ ആർനോ സ്ലോട്ടിന്റെ തീരുമാനമാണ് ശരിയെന്ന് വയ്ക്കുന്ന കണക്കാണ് ആ ഒരു ഗോള്. ആ ഒരു നിമിഷത്തിൽ സാലയുടെ ഒരു ക്രോസ് വരുന്നു, അവിടെ എന്താ പറയാ ഒരു കൂട്ട പൊരിച്ചിൽ അവിടെ ഉണ്ടാകുന്നു. പക്ഷെ അവിടെ കേസ അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ ഷോട്ടിലൂടെയാണ് ആ ഒരു ക്രൂഷ്യൽ ഗോൾ നമുക്ക് കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, ആ നമുക്ക് കേസിനെ കുറിച്ച് 2 വാക്ക് പറയാമെങ്കിൽ യുവന്റസിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഉണ്ടല്ലോ, ഒരു ക്വാളിറ്റി ഉള്ള ഒരു കേസ്. ആ സമയത്ത് അദ്ദേഹം 150 മില്യൺ മേലിലാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ ആ ഒരു പ്രൈസ് ടാഗ് ഉള്ളത്. പക്ഷെ അവിടെ നിന്ന് പരിക്കുകൾ മൂലം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെയധികം ദോഷകരമായി ബാധിച്ചു. പിന്നെ കഴിഞ്ഞ സീസണ് 14 മില്യൺസിനാണ് നമ്മൾ ആ കേസിനെ സൈൻ ചെയ്തത്. അപ്പൊ ഇന്നലത്തെ ഒരു ഗോൾ, അദ്ദേഹത്തിന്റെ ആ ഒരു സെലിബ്രേഷൻ, അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം, നമ്മളെല്ലാവരും സന്തോഷിച്ച് കാണും അദ്ദേഹത്തിന്റെ ആ ഒരു സെലിബ്രേഷൻ. കാരണം ഒരു ക്രൂഷ്യൽ ഗോളാണ്, അതിന്റെ കോൺഫിഡൻസ് വേറെ ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഒരു പ്രീമിയർ ലീഗിൽ ആദ്യ ഗോളാണ് അദ്ദേഹം ഇന്നലെ നേടുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ലിവർപൂൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, ലിവർപൂളിന് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ നേടാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമ്മർ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിൽക്കുമെന്ന് വരെ നമ്മൾ ലിവർപൂൾ ക്ലബ്ബ് ഒന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹം കേസ് ലിവർപൂൾ വിട്ട് പോകുമെന്നൊക്കെ. പക്ഷെ ഇന്നലത്തെ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് കൂടുതലായിട്ട് കൊണ്ടുവന്നതായി കാണുന്നുണ്ട്. ഒരു അല്പം കൂടെ പ്ലേയിങ് ടൈം കിട്ടുകയാണെങ്കിൽ ആള് പഴയ ഒരു ഫോമിലൊക്കെ തിരിച്ചു വരുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പം നമ്മളെ പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓക്കെ ആയിരുന്നു, അറ്റാക്കും ആ ഒരു സെന്റർ ഏരിയയിലൊക്കെ പ്ലേ ഒക്കെ. പക്ഷെ സെന്ററിൽ നിന്ന് ഡിഫൻസിലോട്ട് വരുമ്പോഴുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് കൊണാട്ടെ. പിന്നെ ഞാൻ ഇന്നലെ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്, ഗ്രാവൻബെർച്ച്. പുള്ളിയുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് ഇന്നലെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാരണം പുള്ളി ഒരു നമ്പർ 6 റോളിലേക്ക് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ, അതുപോലെ തന്നെ ബിൽഡപ്പിലൊക്കെ പുള്ളിയുടെ ആ ഒരു സാന്നിധ്യം നമ്മൾ പല കളിയിലും കണ്ടതാണ്. പുള്ളിയുടെ ഒരു മിസ് മാത്രം എനിക്ക് ഇന്നലെ തോന്നുന്നു. പക്ഷെ സൊബസ്ലൈ അല്പം കൂടെ ഒന്ന് സീരിയസ് ആവണമെന്ന് എനിക്ക് തോന്നിപ്പോണ്ട്. കാരണം ഒരു ഗോൾ സ്കോറിംഗ് ചാൻസ് അദ്ദേഹത്തിന് വരുന്നുണ്ട്, സെൽഫിഷ് ആക്ട് അവിടെ വരുന്നുണ്ട്, സലയ്ക്ക് പാസ് ചെയ്യാമെന്നൊക്കെ തോന്നിപ്പോയുന്നുണ്ട്. ആ സലയ്ക്ക് പാസ് ചെയ്തിരുന്നെങ്കിൽ അതൊരു ഗോളായിട്ട് മാറുമായിരുന്നു. അതുപോലെ തന്നെ പന്ത് ഒരുപാട് ഹോൾഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നത്, അത് പല തവണയും അത് പൊസിഷൻ ലോസ് ചെയ്യാൻ ആ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. സൊബസ്ലൈ അത് മാത്രം ഒന്ന് ഇത് ചെയ്യേണ്ടതുണ്ട്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ ചെയ്യുന്ന മെക്കാലിസ്റ്റർ ആയിരുന്നാൽ പോലും. പിന്നെ എൻ്റെ വന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ, അത് ഫ്രിംപോങ്ങിന് പരുക്കാണെന്നുള്ള ചെറിയ സൂചനകളാണ് വരുന്നത്. അപ്പൊ ഗോമസ് പരിക്ക് മാറി ഇറങ്ങുന്നുണ്ട്, ഗോമസ് റൈറ്റ് ബാക്കായിട്ട് പിന്നെ കളിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഡിഫൻസീവ് എററൊക്കെ ഒഴിച്ച് ബാക്കി ഒരു ത്രില്ലർ, ഒരു പക്ക എന്റർടൈൻമെന്റ് ത്രില്ലർ. പക്ഷെ ആർനെ സ്ലോട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയല്ല വരേണ്ടത്. കാരണം ഇനി അങ്ങ് ദൈർഘ്യമേറിയ പാതകളാണ് താണ്ടേണ്ടത്. അപ്പൊ ഇതിൻ്റെതായ ഈ ഇന്നലത്തെ കളിയിലുള്ള എല്ലാ പിഴകളും മാറ്റി, ഡിഫൻസിലെ എല്ലാ പിഴകളും മാറ്റി, അറ്റാക്കിലും പരസ്പരം ഒരു കെമിസ്ട്രി
കൊണ്ടുവരേണ്ടത് അത് ആർനെ സ്ലോട്ടിന്റെയും കടമയാണ്, പ്ലേയേഴ്സിന്റെയും കടമയാണ്. കാരണം എന്തായാലും വേഡ്സ് ഒക്കെ ഒരല്പം ടോപ്പ് ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആണ്, അത് കൊണ്ടുവരും. ഒരു പരസ്പര ധാരണ അവരിൽ വരും. പെട്ടെന്നൊന്നും ഇത്ര ഗോൾ സ്കോർ ചെയ്ത് ഇപ്പൊ അസിസ്റ്റ് ചെയ്ത് ലിവർപൂളിനെ പെട്ടെന്നൊക്കെ നേട്ടങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേഡ്സിനെ കൊണ്ട് സാധിക്കുന്നത്. പക്ഷെ അതൊക്കെ നമ്മളൊരു വല്ലാത്ത അതിമോഹം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം ഒരു ടൈം എന്തായാലും പ്ലെയറിനൊക്കെ കൊടുക്കേണ്ടി വരും. ഇക്കറ്റൊക്കെ നല്ല ടോപ്പ് ക്വാളിറ്റി ആയിരുന്നു. പിന്നെ സലയുടെ പെർഫോമൻസ്, സാധാ സല തന്നെയാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നലത്തെ ആ ഒരു ഗോൾ തന്നെ ഓപ്പണിംഗ് മാച്ചിലെ 10ാമത്തെ പ്രീമിയർ ലീഗിലെ ഓപ്പണിംഗിലാണ് ഇപ്പോൾ സല ഇതേപോലെ ഗോൾ നേടുന്നത്. അപ്പൊ അങ്ങനെ ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ആ ഡിഫൻസ് ഒക്കെ മാറ്റി വെച്ചാൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ലിവർപൂളിന്റെ ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രോളുകളിൽ നിന്നാണ് കേസിനെ നമ്മൾ രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ മറ്റൊരു ക്രെഡിറ്റ് എന്തായാലും FC ബോൺമന്തിന് നൽകേണ്ടി വരും. കാരണം അവരും നല്ലൊരു വീരോചിതമായ ഒരു പെർഫോമൻസ് ആണ്. ആ ഒരു സമര ഗോളൊക്കെ, പ്രത്യേകിച്ച് അന്റോണി സെമേനിയോനെ, അതുപോലെ തന്നെ അവരുടെ ടോപ്പ് പ്ലേയേഴ്സിനൊക്കെ വിറ്റിട്ട് പോലും ആ ഒരു പെർഫോമൻസിന് യാതൊരു വിധമായ മാറ്റം അവരിൽ നിന്ന് പോയിട്ടില്ല എന്ന് അവർ ഇന്നലെയും തെളിയിക്കുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ് അരിയോള സൈഡിന്. അപ്പൊ നമ്മുടെ ടീം എന്തായാലും ഡിഫെൻഡ് ചെയ്യാൻ ഉറപ്പിച്ചു തന്നെയാണ്. ഈ ഒരു പ്രീമിയർ ലീഗ് ഡിഫെൻഡ് ചെയ്യാൻ ഉറപ്പിച്ചു തന്നെയാണ് ടീം മുന്നോട്ട് പോകുന്നത്. കാരണം ഗ്രൗണ്ട് സപ്പോർട്ട്, ഇന്നലെ ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടിന് എടുത്ത് പറയേണ്ടതാണ്. കാരണം ആ ഒരു സമനില ഗോൾ വീണതിന് ശേഷം ഓരോ നീക്കത്തിനും ക്രൗഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്നലത്തെ ആ ഒരു സംഭവം ഒഴിച്ചാൽ, കാരണം ആന്റോണിയോ സെമന്യയുടെ ഒരു റേസിസ്റ്റ് പരമായിട്ട് എന്തോ ഒരു പരാമർശം ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞ് കുറച്ച് സമയം ആ ഒരു കളിക്ക് നിർത്തി വെക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം കളി വീണ്ടും ഇതാകുന്നുണ്ട്. അത് എന്തായാലും ക്ലബ്ബ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തെറ്റായ സംഭവ വികാസങ്ങൾ എന്നായി നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതൊന്നും പാടില്ലാത്തതാണ്. കാരണം ഇന്നലെ തന്നെ കണ്ടില്ലേ, ഫുട്ബോൾ ബിയോണ്ട് ദി ബോർഡർ എന്ന രീതിക്കാണ് എല്ലാ ആരാധകരും ഒരുമിച്ച് ഡിയോഗോ ജോട്ടയ്ക്കും അദ്ദേഹത്തിന്റെ അനിയന് ട്രിബ്യൂട്ട് നൽകിയത്. അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ക്ലബ്ബിൽ അത് മോശമായ കാര്യമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അപ്പൊ എല്ലാ ഡിഫൻസ് ആയിട്ടുള്ള എല്ലാ എററും മാറ്റിക്കൊണ്ട് അടുത്ത മാച്ച് ഇതല്പം കൂടെ നല്ല രീതിയിൽ കളിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നാളായിട്ട് നല്ല മാച്ചുകളുണ്ട്. അപ്പൊ പുതിയ വീഡിയോയിൽ കാണുന്നവരിക്കും